ഹലോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ഞാൻ അൽ ഹസൻ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇപ്പോൾ പുതിയ ലൈൻമാന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള PSC വഴി, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും അധികം അവസരങ്ങൾ ലഭിക്കുന്ന മൂന്നാമത്തെ ട്രേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രീഷ്യൻ ആണ്. സിവിൽ സർവേയർ ദെൻ ഇലക്ട്രീഷ്യൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഫിറ്റർ ട്രേഡ് എടുത്തതിന് ശേഷം ഞാൻ PSCയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം എടുക്കാത്തതിൽ മാത്രമാണ്. ഓക്കെ, സോ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് എക്സാമുകൾ വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടുകൂടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഫിറ്റർ ട്രേഡ് കഴിഞ്ഞ് ഇപ്പം മാക്സിമം ടെക്സ്റ്റ് കവർ ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു എക്സാമിന് വേണ്ടിയിട്ട് പരമാവധി അത് പഠിച്ചു എന്ന് വിചാരിക്കാം. ദെൻ മറ്റൊരു എക്സാമിന് വേണ്ടിയിട്ട്, മറ്റൊരു കേരള PSC വഴിയുള്ള എക്സാമിന് വേണ്ടിയിട്ട് എനിക്കത് ഉപകാരപ്പെടുന്നില്ല. കാരണം നോട്ടിഫിക്കേഷൻ പിന്നെ ഒരുപാട് അകലെയാണ്, 2, 3, 4 കൊല്ലം കഴിയണം. അതേസമയം സർവേയർ, സിവിൽ അതുപോലെ തന്നെയാണ് ഇലക്ട്രീഷ്യൻ ട്രേഡും. നിങ്ങൾ ഒരു ടെക്സ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും വേസ്റ്റ് അല്ല. ഈ ഒരു എക്സാമിന് അത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അടുത്ത എക്സാംസിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ലൈൻമാൻ നോട്ടിഫിക്കേഷൻ അടക്കം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആദ്യത്തെ ഈ ടെക്സ്റ്റ് നോക്കാം. ഇതിൽ ടർണർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഏറ്റവും എൻഡിലായിട്ട് നിമി, നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. നിമി എന്നൊക്കെ പറഞ്ഞിട്ട് ITയിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ദെൻ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫിറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം ടെക്സ്റ്റ് ബുക്ക് ആണ് നിമി. ഇതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന നിമി എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആദ്യത്തെ 4 സെമസ്റ്റർ, ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം ഓർ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 2 ബുക്ക് ഏത് ആയിരുന്നാലും ശരി തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. ഓരോ പോയിന്റുകളും പഠിക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് ലഭിച്ചിരിക്കും. ബിക്കോസ് ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു എക്സാംസ് വരും. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ് പോലെയുള്ള, കാർപ്പൻറ്റർ പോലെ, പ്ലംബർ പോലെ ഒരു ട്രേഡുകാർ മാക്സിമം ടെക്സ്റ്റ് കവർ ചെയ്താൽ ഒരു എക്സാം കഴിഞ്ഞു, ആ എക്സാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു രക്ഷയില്ല. ആൾ അത്രയും പഠിച്ചത് കൊണ്ട് പിന്നീട് ഒരു എക്സാംസിന് യൂസ്ഫുൾ ആവുന്നില്ല. പക്ഷേ ലൈക്ക് ഇലക്ട്രീഷ്യൻ അങ്ങനെയല്ല. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ തുടർന്ന് വീണ്ടും എക്സാമുകൾ എഴുതാനുള്ള അവസരം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും മെച്ചപ്പെടുത്തി ഉയർന്ന റാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലൈൻമാൻ എക്സാമിന്റെ സിലബസ് എടുക്കുക. പ്രീവിയസ് സിലബസ് എടുത്തിട്ട് അതിനെ ലക്ഷ്യം വെച്ച് വളരെ മനോഹരമായിട്ട്, വളരെ നന്നായിട്ട് നിമിയിലെ ഓരോ പോയിന്റുകളും പഠിക്കുക. ഓരോ പോയിന്റുകളും പഠിച്ചതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിമി ടെക്സ്റ്റും കവർ ചെയ്തു എന്നൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് അത്രയും എളുപ്പമായി വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഡിപ്ലോമയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. അങ്ങനെ നല്ല വൃത്തിക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ജോലി ലഭിക്കും. IT-കാരുടെ കേരളത്തിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാലറി എന്ന് പറയുന്നത് 10,000, 12,000, 14,000, 16,000 ഇങ്ങനെയൊക്കെയുള്ള സാലറികളാണ്. സോ PSC വെറുക്കുന്നവരോട് ഞാൻ പറയുന്നത്, നമ്മൾ ജനറൽ PSC അല്ല, ഇലക്ട്രീഷ്യൻ. നിങ്ങൾ പ്രൈവറ്റ് ജോബിൽ പോയാൽ ഇലക്ട്രീഷ്യൻ, ഗവൺമെന്റ് ജോബിലേക്ക് പോയാലും ഇലക്ട്രീഷ്യൻ. ഡിഫറൻസ് വരുന്നത് സാലറിയിൽ മാത്രമാണ്. അതുപോലെ തന്നെ മറ്റ് അലവൻസും കാര്യങ്ങളും മാത്രമാണ്. സോ എപ്പോഴും ബെറ്റർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. സോ ഇലക്ട്രീഷ്യനായി നോക്കുന്ന സമയത്ത് ഇൻ കേരള. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളൂ, പരമാവധി പഠിക്കുക, പരമാവധി പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഒരു ദിവസം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ജനറൽ സിലബസ് പോലെ വാരി വലിച്ചൊന്നുമില്ല. നിങ്ങൾ പഠിച്ച അതേ കാര്യം ഇലക്ട്രീഷ്യൻ്റെ രസകരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം തീരുമാനിക്കുക. പറ്റില്ല എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നൽകുന്നു. നന്നായി പഠിക്കുക എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.